സോറി അന്ന, ജാക്ക് പറഞ്ഞു. എന്തിനാണ് സോറി പറയുന്നത്? നീ സത്യം പറഞ്ഞു. അതിന് സോറി ഒന്നും ആവശ്യമില്ല. എന്റെ ഭാഗത്താണ് തെറ്റ്. അതുകൊണ്ട് ജാക്ക് അതൊന്നും കാര്യമായിട്ട് എടുക്കരുതെന്ന് അന്ന പറഞ്ഞു. ജാക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ആയ സ്ഥിതിക്ക് അന്ന, നമുക്ക് നല്ല സുഹൃത്തുക്കളാവാം. അന്ന ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അവർ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. സമയം പോയതറിഞ്ഞില്ല. അപ്പോഴാണ് രാത്രിയായിട്ടും ആരും അന്നയുടെ അടുത്തേക്ക് വരാത്തത് ജാക്ക് ശ്രദ്ധിക്കുന്നത്. അവൻ അന്നയോട് ചോദിച്ചു, അന്ന, സമയം രാത്രിയായല്ലോ, ഇതുവരെ ആരും വന്നില്ലല്ലോ, ആര് വരാൻ എന്ന് അന്ന ചോദിച്ചു. അപ്പോൾ നീ ഇവിടെ തനിച്ചാണോ? ജാക്ക് ചോദിച്ചു. അന്ന കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറു ചിരിയോടെ അന്ന പറഞ്ഞു, ഞാൻ തനിച്ചാണ്. എന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്നോ ആരാണെന്നോ എനിക്കറിയില്ല. ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. 1 വർഷം മുന്നെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. ഞാൻ ഇവിടെ അടുത്തൊരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അന്ന ഇതെല്ലാം ഒരു ചിരിയോടെയാണ് പറഞ്ഞതെങ്കിലും ജാക്കിന് അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അന്ന തുടർന്നു, ഇതൊന്നും ആരും അറിയാതിരിക്കാനാണ് ഞാൻ കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാത്തതും ആരോടും കൂട്ടുകൂടാത്തതും. നിന്നോട് മാത്രമാണ് എനിക്ക് കൂട്ടുകൂടണമെന്ന് തോന്നിയത്. ജാക്ക് അന്നയോട് പറഞ്ഞു, ഇനി എന്തായാലും നീ തനിച്ചല്ല, നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഞാൻ ഉണ്ടാവും. അന്ന നിറ കണ്ണുകളോടെ ജാക്കിനെ നോക്കി.